ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ഫൈസി ഷുഗർ. ഞാനിന്ന് ഓമല്ലൂർ വയൽ വാണിഭം കാണാൻ പോയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഓമല്ലൂർ വയൽ വാണിഭം നടക്കുന്നത് മീനമാസത്തിലെ 1-ാം തീയതി മാർച്ച് 15-ാം തീയതിയാണ് ഇതിവിടെ നടക്കുന്നത്. ഇത് ഒരു കാർഷിക വ്യാപാര വിൽപ്പന പ്രദർശന മേളയാണ്. ഇതിൻ്റെ പുറകിലൊരു ഐതിഹ്യമുണ്ട്. അത് നമുക്കൊന്ന് കേട്ടാലോ. പണ്ട് കാലത്ത് കൊല്ലം ജില്ലയിലെ വെളിയന്നൂരിൽ കാളച്ചന്ത നടക്കുകയായിരുന്നു. അപ്പോൾ ആ കാളച്ചന്ത നടന്നുകൊണ്ടിരുന്നപ്പോൾ അതിലൊരു കാളക്കൂറ്റന് ഓടി 60 കിലോമീറ്റർ അകലെയുള്ള നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ ഓമല്ലൂരെ ഒരു വയലിൽ വന്ന് നിന്നു. ആ വയലിൽ നിന്നപ്പം അവിടെയുള്ള നാട്ടുകാരും നാടുവാഴികളും എല്ലാം കൂടെ ചെന്ന് അതിലൊരു യുവാവ് ഈ കാളക്കൂറ്റനെ പിടിച്ചു കെട്ടി ഒരു പാലച്ചുവട്ടിൽ മരത്തിൽ കുറ്റിയടിച്ച് കെട്ടിയിട്ടു. അപ്പം അന്ന് അതോടെ ഈ ഐതിഹ്യം പഴമക്കാർ പറയുന്നതാണ് ഈ ഐതിഹ്യം ഇവിടെ തുടങ്ങിയത്. അങ്ങനെ അവിടെ വയൽവാണിഭം, ആ വയലിൽ കാളകളുടെ കച്ചവടം നടന്നു. അങ്ങനെ അവിടെ ഓമല്ലൂർ വയൽവാണിഭം എന്ന പേര് കിട്ടി. ഈ പാലച്ചുവട്ടിലെ ആ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഓമല്ലൂർ വയൽവാണിഭം നടത്തുന്നതെന്നാണ് ഇന്നും പഴമക്കാർ പറയുന്ന ഒരു സാരം. നമുക്ക് അവിടുത്തെ കാഴ്ചകളൊന്ന് കണ്ടു നോക്കിയാലോ. അവിടെ കുറേ നടന്നങ്ങോട്ട് പോയപ്പോഴുണ്ടല്ലോ, അവിടെ കുറേ കാർഷിക വിളകൾ, ചേന, ചേമ്പ്, കാച്ചിൽ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ അതുപോലെ തന്നെ നമ്മുടെ കപ്പയുടെ വറ്റിലുകൾ, കപ്പ ഉണങ്ങിയത്, വാട്ടിയത്, പുഴുങ്ങിയത് അങ്ങനെയുള്ള എല്ലാ കാർഷിക വിളകളും ഉണക്കി സൂക്ഷിച്ചത് കൊണ്ട് നമുക്ക് വിൽക്കാൻ കിട്ടും. പിന്നെ കുറച്ചിടെ അങ്ങോട്ട് മാറിപ്പോയപ്പോൾ ഉണ്ടല്ലോ കുറേ ചെടിച്ചട്ടികൾ കണ്ടു. അവിടുന്ന് ഞാൻ 2 സെറ്റ് ചെടിച്ചട്ടികൾ മേടിച്ചായിരുന്നു കേട്ടോ. പിന്നെ നല്ല നയനമനോഹരമായ പൂക്കൾ, നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അതെല്ലാം വിൽക്കാൻ വെച്ചേക്കുവാണ്. അതിന്ന് ഞാനൊരു ശ്രീലങ്കൻ മുല്ലയുടെ തൈ മേടിച്ചു. പിന്നെ ഞാനിങ്ങനെ നടന്ന് അങ്ങോട്ട് പോയപ്പം പ്ലാവിൻ തൈകൾ, നമ്മുടെ കുഞ്ഞിപ്ലാവുണ്ടല്ലോ, വിയറ്റ്നാമേളി അങ്ങനെ പറയുന്ന കുറേ പ്ലാവിൻ തൈ, മാവിൻ തൈ, പേരത്തൈ, തെങ്ങ് അങ്ങനെയൊക്കെയുള്ള കുറേ തൈകൾ കണ്ടു. പിന്നെ കുറേ ഈ ചെടി കണ്ടിട്ടുണ്ട്. പിന്നെ പേരറിയാത്ത കുറേ ചെടികളുണ്ടായിരുന്നു കേട്ടോ. അപ്പം അന്നേരം ഉണ്ടല്ലോ അവിടെ പിന്നെ കുറച്ച് നേരം അവിടെ മഴ പെയ്തു കേട്ടോ. മഴ പെയ്തപ്പോൾ ഞങ്ങളെല്ലാവരും അവിടെ കയറി നിൽക്കുകയൊക്കെ ചെയ്തു. പിന്നെയും ചെടികളാണ് അപ്പുറ സൈഡ്, പിന്നെയും ചെടി. ഞാൻ പിന്നെ അങ്ങനെ നടന്ന് അപ്പുറ സൈഡിൽ ചെന്നു. അവിടെയും കുറേ ചെടികളാണ് കേട്ടോ. ചെടികളുണ്ട്, കായ്കളുണ്ട്, പൂക്കൾ, പിന്നെ ജമന്തി പൂക്കളുണ്ടായിരുന്നു. ഒത്തിരി വേഷം ജമന്തി പൂക്കൾ കണ്ടു കേട്ടോ. പല കളറ്, മഞ്ഞ, വെള്ള, വയലറ്റ്, മജന്ത കളറ് ജമന്തി പൂക്കളുടെ ഒരു വൻ ശേഖരം ഞാനവിടെ കണ്ടു. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ജമന്തി പൂക്കളെയാണ്. പിന്നെ ഓർക്കിഡ് കണ്ടു, ആന്തൂരിയം കണ്ടു. പിന്നെയും ചെടികളാണ് കേട്ടോ. ചെടി കണ്ട് നമ്മുടെ കണ്ണ് നിറഞ്ഞു അതുപോലെ ചെടികളുടെ കണ്ടത്. പിന്നെ ഞാൻ അങ്ങോട്ട് പോയി തേൻ വിൽക്കുന്ന ഒരു സ്ഥലം കണ്ടു. പിന്നെ കുറേ ചിപ്സുകൾ ഉണ്ടല്ലോ. എൻ്റെ റിലേഷൻസ് എന്നെ കണ്ടപ്പോൾ ഓടി വന്നു. പിന്നെ കുറേ മെറ്റൽസ് മീൻസ് പാത്രങ്ങൾ, അത് നമ്മുടെ കണ്ണിന് ഇമ്പം തുളുമ്പുന്ന കുറേ പാത്രങ്ങളായിരുന്നു, ഓട് അങ്ങനെയുള്ളത്. പിന്നെ ഞാൻ കുറേ ഈന്തപ്പഴം അങ്ങനെയുള്ള സാധനങ്ങൾ വിൽക്കുന്നു. ആദ്യമേ ഞാൻ ബജിക്കടയുടെ അവിടെ പോയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ബജിക്കടയിൽ പോയി കുറച്ച് മുളക് ബജി മേടിച്ചു, കോളിഫ്ലവർ വറുത്തത് മേടിച്ചു. പിന്നെ ഞാൻ വേറൊരു സൈഡിലോട്ട് ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗ്ലാസ്സുകൾ, ബ്ലാക്ക് കളറ്, ക്രിസ്റ്റൽ അങ്ങനെയുള്ള കുറേ കപ്പുകളുണ്ട്. പിന്നെ കൂന്താലി, തൂമ്പ, നമ്മുടെ നമുക്ക് ചെടിയൊക്കെ നടാൻ പറ്റുന്ന സൈസ് കുറേ തൂമ്പകളുണ്ട്. പിന്നെ പിച്ചാത്തിയുടെ വൻ ശേഖരം കണ്ടു കേട്ടോ. പിന്നെ നടന്ന് അപ്പുറത്തെ സൈഡിൽ ഞാൻ പോയി കേട്ടോ. അവിടെയും കുറേ കാഴ്ചകളുണ്ടായിരുന്നു. അവിടെ കുറേ നമ്മുടെ ഇരുമ്പ് ചീനിച്ചട്ടികൾ, പിന്നെ കൂന്താലി കൈകൾ അതൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ഇത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ നമ്മൾ പന്തളം പോകുന്ന വഴി ഓമല്ലൂർ എന്ന് പറയുന്ന ഓമല്ലൂർ ചന്ത, തറ ജംഗ്ഷൻ എന്ന് പറയും, ആ ഭാഗത്താണ് ഇത് ലൊക്കേഷൻ വരുന്നത്. അത് നമുക്ക് പന്തളത്തൊക്കെ പോകുന്നവർക്ക് വഴിയിൽ നമുക്കിത് കാണാൻ പറ്റും. ഇവിടെ ഓമല്ലൂർ